അങ്ങനെ ഒനീൽ ഔട്ട്. ഫെയർ എവിക്ഷൻ ആണോ? എനിക്ക് ഫെയർ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഒനീലിൻ്റെ ഗെയിം ഡൗൺ ആയിരുന്നു, നോ ഡൗട്ട്. നെഗറ്റീവ് ഗെയിമാണ്, അതായത് അതേ ഇഷ്യൂ എടുത്തുകൊണ്ട് വരാം. എന്നെ സംബന്ധിച്ച് അതേ ഇഷ്യൂ ഇനി കേൾക്കാനോ റിവ്യൂ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് ഫെയർ എവിക്ഷൻ ആയിട്ടാണ് തോന്നിയത്. ഇനി സൗമാൻ നിൽക്കുന്നതുകൊണ്ടാണെന്ന് വെച്ചാൽ സൗമാനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്ക് ഒരു എന്തുവാടേ ഒരു പോസിറ്റിവിറ്റി വരണ്ടേ? പോസിറ്റിവിറ്റി വന്നാലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുള്ളൂ. ആ സൗമാൻ എവിടെ നിന്നാണ് വോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോസിറ്റിവിറ്റി ഇഷ്ടമുള്ളവരുണ്ടാവായിരിക്കും. പക്ഷെ ഒനിൽ നെഗറ്റീവ് ആണ്. നന്നായി ബിഗ് ബോസ് ലാലേട്ടനും ആ വീഡിയോ കാണിച്ചു കൊടുത്തു. പക്ഷെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴും പലർക്കും ഇവിടെ മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോൾ ഷാനവാസൊക്കെ എന്നെ ചിരിക്കുന്നു. ആ ആ ആ അക്ബർ, അവരുടെ വിചാരം അക്ബറാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോഴും അവർക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. ആര്യനും ജിസേലിനൊന്നും ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അവർക്ക് മലയാളം ബിഗ് ബോസ് ശരിക്കും ഫിറ്റല്ല. കാരണം നമുക്ക് ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിൽ മുഴുവൻ ജർമ്മനാണ് സംസാരിക്കുന്നത്. പലപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാകുന്ന ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആയിരിക്കും. ആ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല അവർ മീൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ ലാംഗ്വേജ് പ്രോബ്ലം എസ്പെഷ്യലി ബിഗ് ബോസ് പോലത്തെ ഷോയിലൊക്കെ വരുമ്പോൾ പുള്ളിക്കാരനും അരിയനും നമ്മുടെ ജിസേലിനും അതുണ്ട്. അത് സംശയമില്ല. എന്നിട്ട് എനിക്ക് ആൾക്കാരെ പിന്നെ ജിസേൽ എന്തിനാ ഈ കൊഞ്ചി സംസാരിക്കുന്നത്? നേരെ സംസാരിച്ചൂടെ? എനിക്കത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പല പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടാവും മിക്കവാറും കേട്ടോ. ആ ഒരു ഇറിറ്റേറ്റിംഗ് ഒരു കൊഞ്ചി സംസാരിക്കുന്ന ടോൺ. ഇറ്റ്സ് നോട്ട് ഇത്ര കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. അവിടെ റെന പോലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. അത് നിങ്ങൾ വലിയ മലമറിക്കുന്ന ഗെയിം ബാക്കിയുള്ളവർ കളിക്കുന്നുണ്ടല്ല, നിങ്ങൾ കാണിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഓഡിയൻസിന്. അപ്പം ഇപ്പോൾ ഒനിൽ അവിടെ നിന്ന് അന്നേരം ഒനിൽ അവിടെ സമ്മതിച്ചു കൊടുത്തില്ല. ആദ്യം കുറേ കിടന്ന് ഫൈറ്റ് ചെയ്തു. എന്തിനാണ് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്? ഒനിലിൻ്റെ ഡബിൾ ഗെയിം അവിടെ എക്സ്പോസ് ആയി കൊടുത്തു. ഒനിൽ ചെയ്ത കാര്യം ഒനിൽ അത് എടുത്തു പറയും എന്ന് പറഞ്ഞു നെഗറ്റീവ്. അപ്പം അക്ബറിൻ്റെ പോസിറ്റിവിറ്റി അവിടെ കാണിച്ചു കൊടുത്തപ്പോഴും ഇനിയെങ്കിലും വീട്ടിലെ ബാക്കിയുള്ളവർ ആദില, നൂറ അവരൊക്കെ മനസ്സിലാക്കി കളിക്കുക. ഒനിയിൽ ഔട്ടാവുകയും ചെയ്തു. അത് ലാലേട്ടൻ എടുത്ത് പറയുകയും ചെയ്തു. അതിന് മോശമായിട്ട് കളിക്കുന്നവർ നിൽക്കില്ല എന്ന് തന്നെ എടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഡേർട്ടി ഗെയിം നോ വൺ അപ്രീഷിയേറ്റ്സ്. സിമ്പിൾ ആസ് ദാറ്റ്. ആർക്കും അത് താല്പര്യമില്ല. ഇപ്പോഴത്തെ ഓരോ കൊല്ലത്ത് ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സ് മാറുന്നുണ്ട്. ഓരോ മെച്യൂർഡ് ആയിട്ടുള്ള പിള്ളേർ വരുന്നുണ്ട്. അവർ യങ്സ്റ്റേഴ്സൊക്കെ വന്നേക്കുവാണ്. അവർക്ക് അവരുടേതായ ഒരു പുരോഗമന ചിന്താഗതി ഉണ്ടാവും. ഈ പി ആറൊക്കെ ഒരു ലെവൽ വരെ പോവുള്ളൂ. ബാക്കിയൊക്കെ ഈ യങ് ജനറേഷൻസ് കയറി വരുന്നുണ്ട്. അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. അത് നമ്മളൊക്കെ മറന്നു പോകുന്നൊരു ഫാക്റ്റാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ മാത്രമേ ഉള്ളൂ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലല്ല. പണ്ട് അന്ന് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പം, ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള പിള്ളേരൊക്കെ ഇപ്പോൾ വലുതായി. അവരൊക്കെ വോട്ട് ചെയ്യാനും അവർക്കൊക്കെ ജഡ്ജ്മെൻറ്റൽ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് പറ്റും. അവർക്ക് ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ, അവർക്ക് സ്വയമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം അവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അവർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒനിൽ ഔട്ടായതെന്ന് കേട്ടോ. അല്ലാതെ ഫുൾ പി ആർ കളിയാണോയെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഫുൾ പി ആർ കളി വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ഔട്ടാക്കാനും പറ്റില്ല. എല്ലാവരും ആരെങ്കിലും വോട്ട് ചെയ്യില്ലേ? അത് നടക്കുമെന്ന് അറിയില്ല. എന്തായിക്കോട്ടെ, എന്നാലും സാബുമാനം കൊടുക്കാൻ പറ്റും. സാബുമാനം സേവ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തോട്ടെ. സാബുമാൻ ഒരാൾക്കും ദോഷമില്ലാത്ത ഒരാളാണ്. അവിടെ ഇരുന്നോട്ടെ. ഇച്ചിരി പോസിറ്റിവിറ്റി കാണുന്നതിൽ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒനിലിൻ്റെ കേസ്. ഒനിൽ ഔട്ടായി പോവുകയും ചെയ്തു. ഇനി ഒനിൽ ഔട്ടാവുന്ന മുമ്പ് അപ്പോഴും സംസാരിക്കുമ്പോൾ ജിസേൽ ഇങ്ങനെ പറയും, അക്ബറിനെ കുറ്റം പറയുമ്പോൾ ജിസേൽ വിചാരിച്ചിട്ടില്ല കേട്ടോ ക്ലിപ്പ് വരുമെന്ന്. ക്ലിപ്പ് വന്നപ്പോൾ അതിലും ജിസേലിന് ഡബിൾ സ്റ്റാൻഡേർഡ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഇവർക്ക് മനസ്സിലായോ ആവോ എനിക്കറിഞ്ഞൂടാ. അത് ഇവർക്ക് മനസ്സിലായി. ഡിസ്കഷൻ ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ട് വരെ ഡിസ്കഷനിൽ ജിസേലിന് ഡബിൾ സ്റ്റാൻഡ് വന്നതായിട്ട് കാണില്ല. ജിസേലിന് ഡബിൾ സ്റ്റാൻഡും ഉണ്ട്. ഒനിൽ മാത്രമല്ല അവിടെ ഡബിൾ സ്റ്റാൻഡ് കാണിച്ചുള്ളൂ. ഇനി പൊസസീവ്നെസ്. അടുത്തത് പൊസസീവ്നെസ്. ഓക്കെ, പൊസസീവ്നെസ് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇതൊക്കെ വെറും ചീപ്പ് ആറ്റിറ്റ്യൂഡാണ്. അതൊരു പ്രാങ്ക് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ പ്രാങ്ക് ആണെന്ന് ഞങ്ങൾക്ക് ആർക്കും കണ്ടപ്പോൾ തോന്നിയില്ല. പ്രാങ്ക് ആണോ അതിന് എത്തും പിടിയില്ല. അത് എവിടെ നിന്നാണ് പ്രാങ്ക് എന്ന് പറഞ്ഞത്? ആ പ്രാങ്കിൻ്റെ ഈ എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ? ലൈവിലും എനിക്ക് മനസ്സിലായില്ല അത് പ്രാങ്ക് ആണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ പ്രാങ്ക് ആണെന്ന്? അത് പ്രാങ്ക് ആണ് പോലും. എനിക്കത് അങ്ങനെ തോന്നിയില്ല കേട്ടോ. എനിക്കറിഞ്ഞൂടാ ഈ ബിഗ് ബോസ് എഡിറ്റിംഗ് ടീം എന്താണ് കാണിച്ചു കൂട്ടുന്നത്. ഞങ്ങൾ കാണുന്നവരൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാങ്കാണെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അത് പ്രാങ്കാന്ന്. അപ്പോഴേ ഞങ്ങൾക്ക് പ്രാങ്കാന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു അത് പ്രാങ്കാന്ന്. അവിടെ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നു, അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ ജിസയിലും അങ്ങനെയായിട്ടാണ് എനിക്ക് പോയത്. ചിലപ്പം പ്രാങ്ക് ആയിരിക്കും. അത് കാണിച്ചിട്ടില്ല, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല, ലൈവിലും ഞാൻ മര്യാദക്ക് കണ്ടിട്ടില്ല. അപ്പം
ഇത് ജസ്റ്റ് ഒരു ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു പുതിയ അറിവാണ് കേട്ടോ. എനിക്കറിയണ്ട അത് പ്രാങ്കാക്കി എടുത്തതാണോ ഇനി ഒരു മാറ്റിയതാണോ ഒന്നുമേ മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും അത് എന്തായാലും പ്രാങ്ക് ആയാലും എന്തായാലും ഒരാൾ അങ്ങനെ പറയുമ്പോഴേക്കും സ്വന്തം സുഹൃത്തിനെ, എനിക്ക് സ്വന്തം സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ നമുക്കറിയാൻ പറ്റില്ലേ. അപ്പോൾ അപ്പോഴേക്കും പോയിട്ട് ഒരാളായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ജിസേലിനെ അതിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ ജനറേഷനൊക്കെ വരുന്നുണ്ട്, അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവരൊക്കെ വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അതൊക്കെ ജിസേലിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ലക്ഷ്മിയോട് ഫോർഗിവ് ചെയ്തില്ല എന്ന് പറഞ്ഞ ഇഷ്യൂ, അത് ഞാൻ അന്നേരം വലിയതായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നു, നമ്മൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമല്ലോ ബൈബിളിലുമൊക്കെ. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ മക്കളായാലും ഇപ്പോൾ എനിക്ക് മക്കളുണ്ടെങ്കിൽ എൻ്റെ മക്കളോട് ആരും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവോൾവ് ആവില്ല. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ ആണെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞൊരു ഇഷ്യൂ ആണ്. ആ ലക്ഷ്മി പരസ്യമായിട്ടും എല്ലാവരോടും മാപ്പ് പറഞ്ഞൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ ഇനി വെച്ച് തെറ്റിയിട്ട് കൊണ്ടു നടക്കുന്നതെങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് പറയാനില്ല. ആരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അത് നമുക്കൊന്നും പറയാനില്ല, എന്ത് പറയാനല്ലേ. അങ്ങനത്തെ ആൾക്കാരോട് അവരെന്നെ ചിന്തിക്കണം, അവരെന്നെ നോക്കണം. നമ്മൾ കുറ്റം ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാം ഇങ്ങനെയൊക്കെ. നമുക്കും തെറ്റുകൾ പറ്റും, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. മക്കൾ തെറ്റുകൾ ചെയ്യും, മക്കളോട് വേറെ ആൾക്കാർ തെറ്റുകൾ ചെയ്യും. ഇതൊക്കെ ക്ഷമിക്കാനൊക്കെ കഴിയണമെങ്കിൽ കുറച്ച് വലിയ മനസ്സ് വേണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ലക്ഷ്മി അതെന്തായാലും ലക്ഷ്മിക്ക് ഗുണകരമാവേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. അത് ലക്ഷ്മിക്ക് ഗുണകരമായിട്ടുണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നു. വോട്ടിങ്ങിലും എല്ലാവർക്കും ആൾക്കാർക്ക് മനസ്സിലാവില്ലേ, ആൾക്കാർക്ക് മനസ്സിലാവും. ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സെൻസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക വോട്ടിങ്ങിനെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ലക്ഷ്മിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി അടുത്ത ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ കണ്ടറിയാം ലക്ഷ്മിയുടെയൊക്കെ എത്ര മാറുമെന്ന്. കാരണം വെച്ചാൽ ലക്ഷ്മിയുടെ അമ്മ പോയി വന്നതിന് ശേഷമൊക്കെയാണ് ബാക്കി ഇതൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും വോട്ടിംഗ് ലൈനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതൊക്കെ വരാമെന്നുള്ളത്. അപ്പോൾ നാളത്തെ ഇനി എവിക്ഷനോട് കഴിഞ്ഞ് കഴിയുമ്പം പൂർത്തിയാവും. പിന്നെ എനിക്ക് വേറെ കാര്യം ചോദിക്കുന്നത്, എന്തിനാണ് ഈ കേക്കൊക്കെ കൊടുക്കുന്നത്? അല്ലിൽ തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഫുഡ് ഫൈറ്റ് കണ്ട് മടുത്ത്. അതിൽ കേക്ക് വരാം, ആ കേക്കിൽ റാഞ്ചി കുടിക്കുക. ലാലേട്ടൻ ചോദിച്ചിട്ട് പോയിന്റ് ഉണ്ട്, എന്തിനാണ് അനുമോളോട് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. കേക്ക് വന്നു, നിങ്ങളുടെ കേസ് എടുത്തിട്ട് കഴിക്കുക, പോവുക. അല്ലാതെ അവിടെ ബാക്കിയുള്ളവർ എങ്ങനെ എടുക്കുന്നു നോക്കി നിൽക്കണ്ട. കാരണം ഇവരങ്ങനെയാണല്ലോ, ഇവരങ്ങനെയാണ്. ഒരു ഡിസിപ്ലിൻഡ് അല്ല. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം മറക്കും. ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല. ഇപ്പം നെവീനാണെങ്കിലും നെവീനോട് ചോദിച്ച് പള്ളിയിൽ വെച്ച്, നെവീനാച്ച പള്ളിയിൽ വെച്ച് നല്ലൊരു കോംബോ ആയിരിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ചിന്തിച്ചപ്പോൾ തന്നെ നല്ലൊരു രസം തോന്നി. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സെമിനാറിൽ അവിടെ പോയിട്ടുണ്ട്, 3 കൊല്ലത്തെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഫുഡിനോടൊക്കെ നെവിൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരു പോയിന്റ് പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്താണ് എപ്പോഴും നിലപാടില്ലാതെ, അത് നെവിന് കിട്ടുന്ന ക്ലൂ ആണ്. നിലപാടില്ല നെവിന്. ഒരു സൈഡ് ഒരാളോട് നിന്ന് പിറ്റേ ദിവസം അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും അത് ഒരിക്കലുമേ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ വിശ്വസിക്കും? നെവിനും ആരുടെയും നിൽക്കാത്ത ഒരാൾ. അപ്പോൾ വോട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അത് എഫക്റ്റ് ആവും. നെവിനൊക്കെ ഡേഞ്ചറിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഗെയിം മാറ്റിയില്ലെങ്കിൽ നെവിനെ ഇതൊക്കെ ബാക്ക് ഫയർ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പം ഫുഡിൻ്റെ കാര്യം, ഇനി ഫുഡ് കൊടുക്കാതിരിക്കുക ലാലേട്ടാ പ്ലീസ്. ഞങ്ങൾക്ക് മടുത്ത്. ഇവർ കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാണിക്കണ്ട, അവർ കഴിച്ചോട്ടെ. ഞങ്ങൾ കാണിക്കില്ല. എനിക്ക് ഫുഡ് കാണുമ്പോൾ എനിക്ക് വരെ എന്ത് ഫുഡ്, എനിക്ക് വേണ്ട ഫുഡൊന്നും ആയിപ്പോകുന്നു, അത്രയ്ക്ക് വെറുക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഫുഡിൻ്റെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാണിച്ചു, ഞങ്ങളെ കാണിക്കണ്ട. ഞങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും മടുത്ത്. കേക്കോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയ്യ ഇങ്ങനത്തെ ഒരു സീസൺ. ഫുഡിനോട് ഇത്ര ആക്രാന്തവും ഒരു സ്നേഹവും ഷെയറിങ് മെൻറ്റാലിറ്റിയും ഒന്നും ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളത്തെ എപ്പിസോഡിൽ റിവ്യൂ ആയിട്ട് വരാം. എന്തായാലും ഒരു എപ്പിസോഡുണ്ടാവും. അതുകൊണ്ട് കഴിയുമ്പോൾ ഗെയിം ചേഞ്ച് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് റീതിങ്ക് ചെയ്ത് കളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യമായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ബൈ.